ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്നേഹിതരുടെ വേണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇപ്പൊ ഇത് എവിടെ തന്നെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ട അതേ റിസോർട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അതിൽ നമ്മൾ നമ്മുടെ കോട്ടേജിന്റെ അതായത് റൂം ടൂർ ചെയ്തിരുന്നില്ല. സോ ഇതൊരു പാർട്ട് 2 പോലെ നമ്മുടെ റൂം ടൂർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ പോവാനായിട്ടെല്ലാം വെക്കേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് എടുക്കാന്ന് വിചാരിച്ചപ്പോ ആകെ റൂം മെസ്സായി. നമ്മളെല്ലാരും കുട്ടിയുണ്ട്, അപ്പൊ റൂം മെസ്സായി. അപ്പൊ നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വെക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ലഗേജ് ഒക്കെ നമ്മൾ കൊണ്ടുവച്ചു കേട്ടോ. അപ്പൊ വെൽക്കം ടു അവർ റൂം ടൂർ. അപ്പൊ റൂം ടൂർ എന്താന്ന് വെച്ചാൽ ഇതാണ് ബാൽക്കണി. കയറി വരുമ്പോഴത്തെ ബാൽക്കണി. ഇത് ഇഷ്ടപ്പെട്ടിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു കോട്ടേജ് തന്നെ സെലക്ട് ചെയ്തത്. ഇതാണ് നമ്മുടെ വ്യൂ. കണ്ട എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്ക്. ആക്ച്വലി ഇതിനകത്ത് ഹൈറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഹൈലൈറ്റ് പാർട്ട് നോക്കി ആ തെങ്ങ് നിൽക്കുന്നേട്ടാ. ദിസ് ഈസ് വൺ ഐ ലൈക്ക് ദ മോസ്റ്റ് ബിക്കോസ് കാരണം ഒരു പിക്ചർ വരച്ച പോലെ ഇല്ലേ. അപ്പൊ ഈ ഒരു സീനറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി എയർപോർട്ട് അവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ നൈറ്റ് ഒക്കെ ഇരുന്നപ്പോൾ അവിടുന്ന് നമുക്ക് ടേക്ക് ഓഫ് ഒരുപാട് കണ്ടു. പിന്നെ ഇന്ന് പകല് രാവിലെ ആണെങ്കിൽ ഒരുപാട് ലാൻഡിങ്ങിന് പോകുന്ന ഫ്ലൈറ്റുകളൊക്കെ കണ്ടു. അപ്പൊ അവിടെ ആയിട്ടാണ് എയർപോർട്ട്. അപ്പൊ നമുക്ക് മുകളിൽ ഫ്ലൈറ്റ് പോകുന്നു, താഴെ ഇങ്ങനെ തോണിക്കാര് അങ്ങനെയൊക്കെ ഒരു വ്യൂ. അതിന്റെ നടുക്ക് നമ്മളിരിക്കുന്നു. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, റാന്തൽ വിളക്ക്. ഇതൊക്കെ രാത്രി ഞാൻ കുറച്ച് ഇതിന്റെ കൂടെ നിന്ന് വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്റെ ഉറക്കം അതിനെ സമ്മതിച്ചില്ല. പൂളിലൊക്കെ കളിച്ചു വന്നപ്പോഴേക്കും ക്ഷീണിതയെ. എനിക്ക് ഇങ്ങനത്തെ ഈ ആന്റിക് ആയിട്ടുള്ള സംഭവങ്ങളോട് കുറച്ച് പ്രാന്തുള്ള കൂട്ടത്തിലാണ്. ഈ ഹെറിറ്റേജ് ലുക്ക്, ട്രഡീഷണൽ ലുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒരു വുഡൻ ഹൗസിൽ റൂമിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമ്മുടെ ബാൽക്കണിയിൽ ഈ 2 ചെയറായിരുന്നു നമ്മൾ വന്നപ്പോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ അവരോട് ടേബിൾ ചോദിച്ചിട്ട് അവർ ടേബിൾ കൊണ്ടുവന്നിട്ട് തന്നാണ് കേട്ടോ. ഈ 2 ബാംബു ചെയേഴ്സ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് മോനുള്ളപ്പോഴേ നമ്മൾ പേടിക്കണ്ട. ഇതുള്ളത് കൊണ്ട് അങ്ങനെ അധികം അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ അധികം താഴ്ചയില്ലാന്ന് തോന്നുന്നു വെള്ളത്തിന്. ഇന്നലെ രാത്രി കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ എപ്പോഴും കുറച്ച് ഇറങ്ങി. അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെ നിറയെ ലൈറ്റ്സ് ആണ് കേട്ടോ. ഇത് വലിയ ലൈറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ റാന്തൽ ലൈറ്റ്സ് മൊത്തം ലൈറ്റുകളാണ്. പിന്നെ ഇവിടെയൊക്കെ ലോൺ ഏരിയ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. നമുക്കിന്റെ റൂമിലേക്ക് പോവാം. വെൽക്കം റൂം. അടയ്ക്കല്ലേ, ഒരാളിവിടെ നിന്ന് ബലത്തിന് അടയ്ക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടേജ്. ഫുള്ളി വുഡൻ ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഒരു കോട്ടേജ് ആണ് കേട്ടോ. കാരണം വാളെല്ലാം വുഡൻ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വേറെ 2 അടിപൊളി കാര്യങ്ങൾ എന്തൊക്കെയാന്ന് അറിയാമോ? 2 ഒരു കാര്യം 2 എടുത്തിട്ടുള്ളതാണ്. നോക്കൂ, വിൻഡോ ആണ്. ഇതും വിൻഡോ ആണ്. ഈ ബെഡിന്റെ ഇവിടെ ആയിട്ട് വിൻഡോസ് ആണ്. നമുക്ക് അകത്തുനിന്ന് തുറക്കാവുന്ന വിൻഡോസ്. അപ്പൊ ഇവിടെ അകത്തിരുന്നാലും നമുക്ക് ഈ വ്യൂസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള 2 വിൻഡോ കൊടുക്കുന്നത്. ആക്ച്വലി ഞാനിത് ഇവിടെ ഒരാളെ ഇതാവുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇഗ്നോർ ചെയ്യാം. അപ്പൊ ഇത് ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് കബോർഡാണെന്നുള്ളതാണ്. പക്ഷെ തുറന്നു നോക്കിയപ്പോഴാണ് ഈ വിൻഡോ ആണെന്ന് മനസ്സിലായത്. അപ്പൊ ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നൊക്കെ കാണാം. ഇത് 2 വളരെ വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം കബോർഡാണെന്ന് വിചാരിച്ചിരുന്നത്. 2 വിൻഡോസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ആന്റിക് ലുക്കിൽ തന്നെ വുഡനിൽ ചെയ്തിട്ട് ഇത് ബ്രാസോ അങ്ങനെ എന്തോ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഇത് വേറൊരു ടേബിൾ, ഓഫീസ് ടേബിളൊക്കെ പോലെ ഒരു ചെയറും. പിന്നെ 2 ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്കിവിടെ കെറ്റില്, ടീ മേക്കർ കെറ്റില് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവര് 2 ഗ്ലാസ് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ആണ് വാങ്ങിച്ചുകൊണ്ടിട്ട് കുടിക്കാനായിട്ട്. പിന്നെ ഈ 3 കുഞ്ഞ് ഗ്ലാസ് അവർ നമുക്ക് വന്നപ്പോ വെൽക്കം ഡ്രിങ്ക് തന്നായിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് ലൈം ജ്യൂസ് അങ്ങനെ എന്താണ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നാലേട്ടാ. ഇതിപ്പോ നമ്മള് ഗ്രീൻ ടീ കുടിച്ചിട്ട് ഇവിടെ വെച്ചാണ്. ഇതിന്റെ താഴെ തന്നെ അവര് നമുക്ക് ടീ മേക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും, കോഫി പൗഡേഴ്സ്, ഷുഗർ, ഗ്രീൻ ടീ, മിൽക്ക് പൗഡർ എല്ലാം അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ റിസോർട്ടിലും പ്രൊവൈഡ് ചെയ്യാറുള്ളതാണ്. പിന്നെ ഇതിൽ നിന്നൊക്കെ ഓരോ പാക്കറ്റ് അടിച്ചു മാറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ മലയാളികളുടെ സംഭവം. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ വന്നിരിക്കുന്നത്.
സ്ക്രൂ ഡ്രൈവർ. പിന്നെ ഇതാണ് നമ്മുടെ വിശാലമായ ബെഡ്. വിശാലമായ ബെഡ് 3 പേർക്കൊക്കെ കിങ് സൈസ് ബെഡാണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാം. നല്ല ഫ്ലഫി പഫി ഇതുണ്ട്. അതിനെ എടുത്തിട്ട് അടിച്ചു ഇഷ്ടപ്പെട്ട. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ബെഡ്. ബെഡ് നല്ല സുഖമുണ്ട് കേട്ടോ, നല്ലതായിരുന്നു. ഇനി നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം അത് ഞാൻ പറയാം, അത് കാണിക്കും. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിവേസ് ഇതാണ് ഇവിടുത്തെ ഈ കോട്ടേജിൽ മെയിൻ ആയിട്ടുള്ള സാധനം. എന്താണ് സോറി മോഡായിരുന്നു കണ്ടോ, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. ഇതാണ് നമ്മൾ ഈ കോട്ടേജ് എടുക്കാനുള്ള മീനുള്ളത്. ആ കണ്ടു, ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ ഈ റിസോർട്ട് ഇങ്ങനെ ഒരു വ്യൂവില്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഓക്കെ, ഇനിയിപ്പോ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഈ ഇവിടെ ഫുൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു റൂഫില് നമ്മുടെ പണ്ടത്തെ വീടിന്റെ ഒക്കെ മച്ച് ചെയ്തിരിക്കുന്ന പോലെ അല്ലേ ഏട്ടാ? പണ്ടത്തെ തറവാട് വീടുകളിലൊക്കെ എന്റെ അമ്മ വീടൊക്കെ ഇങ്ങനെയായിരുന്നു, മച്ച് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പൊ അതുപോലത്തെ മച്ചാണിത്. അതില് അവര് പുതിയ രീതിയിലുള്ള ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ കോട്ടേജും AC ആണ് കേട്ടോ, നോൺ AC ഇല്ല, AC കോട്ടേജുകളാണ് എല്ലാം. അപ്പൊ നമുക്ക് AC ഫാനും ഒക്കെ വരുന്നത്. പിന്നെ ഇവിടെ ബെഡിന്റെ 2 സൈഡിലായിട്ട് നല്ല ഇതുള്ള നല്ല രസമുള്ള 2 ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ടേബിൾ ഇട്ടിട്ട്, എല്ലാം വുഡൻ ഫിനിഷ് ആണ് കേട്ടോ. ഇവിടെ ചെറിയ ടേബിൾ ഇട്ടിട്ട് ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. നമുക്ക് റിസപ്ഷനിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് ടെലിഫോൺ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ടിഷ്യൂ ബോക്സ് വെച്ചിട്ടുണ്ട്, അതും വുഡൻ ഫിനിഷ്. ഞാൻ എന്നോട് പറയുമായിരുന്നു നമുക്ക് ഇതുപോലെ തുറക്കാൻ വാങ്ങിക്കണം, കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വുഡൻ ഫിനിഷിലുള്ള നല്ല രസമുണ്ട്. ടേബിളും കൊള്ളാം, ഇതിന് അടികളൊക്കെ വെച്ചിട്ട്. പിന്നെ ഈ ബെഡിലാണെങ്കിലും ഉണ്ടല്ലോ, ഇതാണ്ടോ ഇങ്ങനത്തെ പിക്ചറൊക്കെ ചെയ്തിട്ടുള്ള ഒരു കട്ടിലാണിത്. നല്ല രസമല്ലേ കാണാനായിട്ട്. കുറച്ചും കൂടെ ഇതിന് ഹൈറ്റ് ഉണ്ടായിരുന്ന കുറച്ചും കൂടെ കാണാൻ പറ്റിയത്. ഇതിപ്പോ പില്ലോ വെച്ച് കഴിയുമ്പോ അത് കാണത്തില്ല. അപ്പൊ ഇതാണ് ഇവിടെയുള്ള സംഭവം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹാങ്ങർ, ക്ലോത്ത് ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വരുമ്പോ ഡ്രസ്സ് മാറുന്നതൊക്കെ കെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാങ്ങർ ഉണ്ട്. ഹലോ, അതെ, ഇവിടെ ഞാൻ എപ്പോഴും ഫോൺ വിളി അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചിട്ട് JCB കൊണ്ടുവരുമോ എന്ന് ചോദിക്കും. ഹലോ, JCB വീണോ? അമ്മ വരാട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ഒരു ഹാങ്ങർ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റൂം ഇത്രയാണ് ഉള്ളത്. നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം. അത് നോക്ക്, നമ്മള് വേറൊരു ബെഡ്റൂമിലേക്കൊക്കെ കിടക്കുന്ന പോലത്തെ ഒരു വാതിൽ. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ബെഡ്റൂമിലേക്ക് കയറാനുള്ള എൻട്രി ഡോറ് പോലെയാണ് ഈ ഡോറ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇതിന്റെ ഈ താഴൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ബാത്റൂമിലേക്ക് പോവാം. ഓക്കെ, ഫാനിന്റെ എന്നിട്ടാണ് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വിശാലമായ ബാത്റൂം. നമ്മൾ കയറി വരുമ്പോ തന്നെ നല്ല ലൈറ്റോട് കൂടി ഒരു മിററും വാഷ് ബേസിനും ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ബാത്റൂം ഏരിയ അവരൊരു ഡസ്റ്റ്ബിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടവലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ബാത്ത് ടവലൊക്കെ അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബാത്തിങ് ഏരിയ. അത് ഇത് ഗ്ലാസ് ഡോർ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ. കാരണം പണ്ടത്തെ കാലത്തേക്ക് കുളിമുറി വേറെ ബാത്റൂം വേറെ എന്നുള്ള രീതിയിൽ അങ്ങനെ. ഇവിടെ ഇപ്പൊ നനഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറാത്തത്. അവരവിടെ നമുക്ക് ബോഡി ലോഷൻ, ബോഡി വാഷ്, പിന്നെ ഷാമ്പൂ, കണ്ടീഷണർ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ആണ് കേട്ടോ ഇവിടുത്തെ. ഇവിടുത്തെ റൂം ബോയ്സ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് നമ്മളെ ഇത് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ. ഇവിടെ വന്നിട്ട് നമുക്കൊരു വുഡൻ ബോക്സിൽ തന്നെ ഒരു സോപ്പ്, ഇതാണ് ഇവിടുത്തെ സോപ്പ് കേട്ടോ. ഇവരുടെ തന്നെ സോപ്പാണ്, കുഞ്ഞു റൗണ്ടിലുള്ളത്. നമ്മൾ പൊട്ടിച്ച് യൂസ് ചെയ്തു. ഇതൊരു ഹൈജീൻ ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇതാക്കാനുള്ളത്. ഷവർ ക്യാപ്പ്, ഇത് ഞാൻ ഇന്നലെ ആദ്യം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ വയ്ക്കണം നോക്കാം, പിന്നെ ഞാൻ മറന്നുപോയി. ഷേവിംഗ് കിറ്റ് കൊടുത്തിട്ടുണ്ട്. കോമ്പ്, ഇതാണ് അതിനകത്തുള്ള കോമ്പ് കേട്ടോ. കോമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പേർക്കുള്ള, നമ്മൾ 2 പേരാണ്, 2 പേർക്കുള്ള ഡെന്റൽ കിറ്റ്, അതായത് പേസ്റ്റും ബ്രഷും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിനകത്ത് ഒരു സാധനം ഞാൻ കൊണ്ടുപോകാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ഈ സോപ്പ് ബാർ ഉണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. പക്ഷെ ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ ഇടണം. ഇങ്ങനത്തെ ബാഗിൽ എന്തെങ്കിലും ഇട്ടിട്ട്, സിബ്ബർ ബാഗിൽ എന്തെങ്കിലും ഇട്ടിട്ട് കൊണ്ടുനടക്കാം. അപ്പൊ എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടത് ഞാൻ എടുക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബാത്റൂം. പിന്നെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന നമ്മുടെ ഡ്രയർ. ഇത് പക്ഷെ
നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ ഹെൽപ്ഫുൾ കേട്ടോ. കാരണം നമുക്ക് വെറ്റായിട്ട് ഇതിനകത്തൊന്നും കയറി കിടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഡ്രയർ യൂസ് ചെയ്യാം. വേണോ? അതിക്ക് ഭയങ്കര പേടിയാണ്. അവന്റെ ഹെയറിലേക്ക് ഞാൻ ഇന്നലെയാണെങ്കിൽ ഞാൻ എന്റെ കൈ വെച്ചിട്ട് എന്റെ കൈ കാരണം ഇതിനകത്ത് ഹോട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവന്റെ ഹെയറിലോട്ട് അത് ചെയ്തിട്ടില്ല, എന്റെ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മുടെ ബാത്റൂം. അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടേജ്, നമ്മുടെ റൂം ടൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റേക്കേഷന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെറായി ഇതൊരു നല്ല ചോയ്സ് ആണ് അല്ലേട്ടാ. നമുക്ക് ഒരുപാട് റേറ്റ് എന്ന് പറയുന്നത് തീരെ കുറച്ച് റേറ്റ് എന്ന് പറയാനില്ല, എങ്കിലും അഫോർഡബിൾ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ ആർക്കെങ്കിലും ഇതുപോലെ ഒരു 1 ഡേ സ്റ്റേക്കേഷൻ വിത്ത് ഫാമിലി ഒക്കെ വരണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. ഇവിടെ ഏകദേശം 5 കോട്ടേജുകളോളം ഉണ്ട്. ഞാൻ 6 വിചാരിച്ച, പക്ഷെ ഒരെണ്ണം അവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്, കിച്ചണൊക്കെ വരുന്നത്. അത് നമ്മൾ കണ്ടല്ലോ, അതാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വരാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ അങ്ങനെ വരാം. ഞാൻ ക്ഷീണിച്ച് ഒറ്റയ്ക്ക് ഇത്രയും പറഞ്ഞു നിർത്തി, കാരണം കുറെ നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോഴൊക്കെ ശ്വാസം മുട്ടുന്നു, പറ്റുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ റൂം ടൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് ടാറ്റ കൊടുക്ക. ടാറ്റ. ഹലോ ടാറ്റ പറയും വീഡിയോയില്.